കൺസൾട്ടൻസാണ് കൂടുതൽ നമുക്കിനി ആവശ്യം. തൊഴിലാളികളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇനി ഒരു കമ്പനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കൺസൾട്ടൻസിനെ വയ്ക്കുമ്പോൾ അവർ നിരന്തരമായി നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള ഉറപ്പാണ്. ദേ ആർ ബിക്കമിങ് എ പാർട്ട്നേഴ്സ് ഓഫ് ദ ബിസിനസ്. അല്ല, നമ്മൾ തൊഴിലാളികൾ നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചാൽ പോലും സർട്ടൻ സാഹചര്യങ്ങളിൽ അവരുടെ മനസ്സിനുള്ള മാറ്റങ്ങൾ വരും. അവരൊരു എന്ത് നമ്മൾ ചെയ്തു കൊടുത്താലും അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ചില ചിന്തകൾ അവരെ വഴി മാറ്റിവിടും. അവരാകാം, അവരുടെ കൂടെ നിൽക്കുന്നവരാകാം, പല ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് അവരിൽ വരും. അവർക്കൊരു കരിയർ ഗ്രോത്തിന് വേണ്ടി ശ്രമിക്കാം. പെട്ടെന്നൊരു ഗ്രോത്ത് ഇവിടെ നിൽക്കുമ്പോൾ 10 വർഷമാകുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങിയാൽ 5 വർഷം കൊണ്ട് ഞാനൊരു പണക്കാരനായിക്കൂടെ എന്നുള്ള ചിന്തിക്കുന്നത് മുതലാളിമാരുടെ കയ്യിൽ പണം കാണുമ്പോൾ തൊഴിലാളിക്ക് അങ്ങനെ ഒരു സമീപനവും വരും. എന്നാൽ പ്രഗത്ഭരായ കൺസൾട്ടൻസ്, അവർക്ക് കൺസൾട്ടൻസി ഫീസ് കിട്ടുന്നു, കമ്പനിക്കും അവരിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല. വരുന്നു, അവർ ചെയ്യുന്നത് കൺസൾട്ടൻസി, അവർക്ക് പൈസ കൊടുക്കണം. ഇതിങ്ങനെ ആരെല്ലാം കൺസൾട്ടൻസ് ആകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും എക്സ്പീരിയൻസ്ഡ് ആളുകൾ 10, 20, 30 വർഷം സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത് ആ സ്ഥാപനത്തിൻ്റെ ആ ബിസിനസ്സിൻ്റെ എല്ലാ തന്ത്രങ്ങളും അറിഞ്ഞ് അതിലും സ്പെഷ്യലൈസായ ഞാൻ HR കൺസൾട്ടൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻറ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഞാനൊരു സ്പെഷ്യലിസ്റ്റാണ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ്, അല്ല ഞാൻ GSTയുടെ ഒരു കൺസൾട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ GST കൺസൾട്ടൻ്റ്, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസുള്ള ആളാണ്. അങ്ങനെ അത്തരം ആളുകളെ നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവന്ന് നമ്മുടെ കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്ത് അവരെ കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുവേണം കമ്പനിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ. തൊഴിലാളികൾക്ക് അതൊരു സപ്പോർട്ടായിരിക്കും, മാനേജ്മെൻറ്റ് സ്റ്റാഫിനൊരു സപ്പോർട്ടായിരിക്കും. നമ്മളെ സംബന്ധിച്ചോളം അവരൊരു തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും വി ഷുഡ് കീപ് ദം വിത്ത് അസ്. എന്നാൽ തീർച്ചയായും അവർ വഴി നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. തെറ്റില്ലാതെ മുന്നോട്ട് പോകാൻ കമ്പനിക്ക് തെറ്റായ കാര്യങ്ങൾ പഠിച്ച് അതിൽ നിന്ന് അനുഭവശാലികളായി മാറി പിന്നീട് അവർക്ക് മനസ്സിലാകും ഈ തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്ന്. അത്തരം ആളുകളാണ് കൺസൾട്ടൻസ്. അവരും തെറ്റ് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ആ തെറ്റുകാരത്തു നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്തരം കൺസൾട്ടൻസിനെയാണ് നമ്മൾ എയിം ചെയ്യും. അവർ റിട്ടയറായി കഴിഞ്ഞാൽ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് അധികം പൈസയും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യം വരില്ല. പക്ഷേ അവരുടെ നോളേജ് വിലപ്പെട്ട നോളേജായിരിക്കും. ഇതേപോലെ നമുക്ക് ആര് കൺസൾട്ടാകാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും കൺസൾട്ടൻസ് ആകാം. ഇതിന് വലിയ ഒന്നും ആവശ്യമില്ല. ഉള്ള എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുന്നത്, ഞാനൊരു സീ ഫുഡ് കമ്പനിയിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് സീ ഫുഡ് കമ്പനിയിൽ ഞാനൊരു HR മാനേജറാണെങ്കിൽ എനിക്ക് സീ ഫുഡിനെ കുറിച്ച് നല്ലപോലെ അറിയാൻ കഴിയും. ഞാനൊരു HR മാനേജറാണെങ്കിൽ പോലും പലതും എനിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു FMCG കമ്പനി ആണെങ്കിൽ ആ FMCG കമ്പനിയിൽ ഒരു മാർക്കറ്റിംഗ് ആണെങ്കിൽ പോലും എനിക്ക് FMCGയുടെ പല കാര്യങ്ങളും അറിയാൻ പറ്റും. ഈവൻ പ്രൊഡക്ഷൻ ലെവൽ വരെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. പാക്കിങ്ങും കാർട്ടൺസും എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ എല്ലാം അറിഞ്ഞ ഒരാളെ എന്ന രീതിയിലല്ല കൺസൾട്ടൻസി വെക്കേണ്ടത്. HR പ്രാക്ടീസ് ചെയ്ത് അനുഭവമുള്ള ഒരാൾ തന്നെ ആയിരിക്കണം HR. അവരെ മാത്രമേ നമ്മൾ മാർക്കറ്റിങ്ങിൽ ഫാർമസി മാർക്കറ്റ് ചെയ്യുന്നതിനെ വിളിച്ച് FMCG കൺസൾട്ടൻ്റ് ആക്കി കഴിഞ്ഞാൽ അതും നടക്കില്ല. അതും നമ്മൾ ചെയ്യാൻ പാടില്ല. അതാത് കൺസൾട്ടൻസ് അതാത് എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാകണം. അതനുസരിച്ച് നമ്മൾ വയ്ക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നിറയെ സാധ്യതകൾ, റിട്ടയറായ ആളുകൾക്ക് കൺസൾട്ടൻ്റ് ആകാനുള്ള നിറയെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കൺസൾട്ടൻ്റായി രംഗത്ത് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ ഫൗണ്ടേഴ്സിന് അവരെ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടായിരിക്കും. നമ്മളും പറയുന്നത് അത്തരം കൺസൾട്ടൻസിനെ അപ്പോയിൻ്റ് ചെയ്യാനാണ് ഫൗണ്ടേഴ്സിനോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇവർക്കൊരു ജോലി സാധ്യതയും നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അതും ഒരു ഗിഗായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഗിഗിനെക്കാട്ടിലും അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നോളജ് ഷെയറിംഗ് ആണത്. കാരണം
അവരുടെ നോളജിനാണ് പൈസ നമ്മൾ കൊടുക്കുന്നത്. ആ നോളജ് നമുക്ക് പ്രയോജനകരമായിരിക്കും. ഒരു തെറ്റ് ചെയ്യാതെ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന കാര്യത്തിന്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് കൺസൾട്ടൻസിനെ കണ്ടെത്തി അത്തരം കൺസൾട്ടൻസി നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കുക. അത് പ്രോജക്റ്റ് പ്ലാൻ മുതൽ തന്നെ ഇവരെ ഇൻവോൾവ് ചെയ്യിക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. നമ്മളെ കാര്യങ്ങൾ ആദ്യം അവരോടൊത്ത് എന്താ നമ്മുടെ ഫോക്കസ്, എന്താ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇരിക്കുന്നു, അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും, അതിൽ വരുന്ന മൈനസ് പോയിൻ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്ത് ആ രീതിയിൽ വേണം ഒരു പ്രോജക്റ്റ് എക്സിക്യൂഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ. ഇനി നാളെ ബാക്കി കാര്യം പറഞ്ഞുതരാം.